എല്ലാവർക്കും ശാന്തീസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളം ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമാണെന്ന് പറയാം. നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ ആയുർവേദ മെഡിസിൻസാണ്. നമ്മുടെ പ്ലാന്റ്സ് ഇവിടെ ചുറ്റിലും തറയിലും വൃക്ഷങ്ങളും എല്ലാം ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഭൂരിപക്ഷവും ഉള്ളത്. അപ്പോൾ നമ്മുടെ ആയുർവേദ ചികിത്സയിലെ ട്രഡീഷണലായിട്ട് പണ്ട് മുതലേ ആയുർവേദ ചികിത്സ ചെയ്തിരുന്നവർക്ക് വൈദ്യന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോഴത് ഡോക്ടേഴ്സാണ്. പഴയ കാലത്ത് ആയുർവേദ വൈദ്യന്മാരായിരുന്നു. അപ്പോൾ അവരുടെ ആയുർവേദത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന ഒന്നാണ് ആടിൻ്റെ മാംസം. മനുഷ്യ ശരീരത്തോട് ഏറ്റവും യോജിക്കുന്ന ഒരു മാംസം മാത്രമേ ഉള്ളൂ, അതാണ് ആടിൻ്റെ മാംസം. അപ്പോൾ അതുകൊണ്ടാണ് അജമാംസ രസായനം എന്നൊക്കെയുള്ള മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെ ആയുർവേദ ആചാര്യന്മാർ പണ്ടുകാലത്തും ഇപ്പോഴത്തെ ഡോക്ടേഴ്സും പ്രിഫർ ചെയ്യുന്ന ഒരു വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് മട്ടൺ സൂപ്പ് അല്ലെങ്കിൽ ആട്ടിൻ സൂപ്പ്. അപ്പോൾ അത് ഏറ്റവും കൂടുതലായിട്ട് പണ്ട് മുതൽ തന്നെ നിഷ്കർഷിച്ചിരുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കായിരുന്നു. അതായത് പണ്ട് ക്ഷയം സാർവത്രികമായിരുന്നു, TB. ഇപ്പോൾ അതത്ര ഇല്ല എങ്കിലും ക്ഷയം, പിന്നെ ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്ക് പഴയ കാലം മുതൽ നിഷ്കർഷിച്ചിരുന്ന ഒന്നാണ് ആട്ടിൻ സൂപ്പ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ സ്ത്രീകൾ, പണ്ടും ഇപ്പോഴും കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രസവശേഷം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആട്ടിൻ സൂപ്പ്. നമുക്കെന്തെങ്കിലും വളരെ കുറച്ച് സിവിയറായ അസുഖങ്ങൾ വന്ന് നമ്മുടെ ശരീരത്തിന് ക്ഷീണം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു സർജറിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ നമുക്ക് ആട്ടിൻ സൂപ്പുകൾ തരാറുണ്ട്, കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ലോകം മുഴുവൻ ഈ പാൻഡമിക് പകർച്ചവ്യാധികളുടെ ഒരു പിടിയിലായ ഈ സന്ദർഭത്തിൽ നാം എല്ലാവരും ആഴ്ചയിലൊരിക്കൽ ഒരു ബൗൾ ആട്ടിൻ സൂപ്പ് കഴിക്കുന്നത് ഉത്തമമാണ്. ഇല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ, അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും നമുക്കൊരു ആട്ടിൻ സൂപ്പ് കഴിക്കുന്നത് രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും അനിവാര്യമാണ്. ഇത് ഞാനിന്ന് ഉണ്ടാക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള, വളരെ നാച്ചുറലായിട്ടുള്ള, വലിയ മസാലകളൊന്നും ചേർക്കാത്ത സിമ്പിളായിട്ടുള്ള ഒരു ആട്ടിൻ സൂപ്പാണ്. അത് 2 വയസ്സുള്ള കുട്ടിക്ക് മുതൽ 90 വയസ്സുള്ള സീനിയർ സിറ്റിസൺ വരെ കുടിക്കാവുന്ന വളരെ ഔഷധ മൂല്യമുള്ള ആട്ടിൻ സൂപ്പാണ് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. സൂപ്പിന് ഉള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് സൂപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു സാധനങ്ങൾ വേണമെന്ന് നിങ്ങൾ ഒരു ഇറച്ചിക്കടയിൽ പറയുകയാണെങ്കിൽ, ആടിൻ്റെ ഇറച്ചി വിൽക്കുന്ന കടയിൽ പോയാൽ കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾ പ്രത്യേകം സൂപ്പിനുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതായത് ഇത് ആടിൻ്റെ മാംസമാണ്. പിന്നീട് ഇത് ബോണാണ്, എല്ലാണ്. ഇതിനകത്തുള്ള മജ്ജ വരണം, ഇറച്ചി കഷ്ണങ്ങൾ വരണം, ലിവറിൻ്റെ കുറച്ച് പാർട്സ് വരണം, പിന്നെ ഈ ബോൺ മാരോ, ഫ്ലഷ്, ഇത് എല്ലാം കൂടി ഉള്ളത് ഉണ്ടാക്കണം എന്ന് പ്രത്യേകം പറഞ്ഞ് വാങ്ങിക്കണം. ഞാനിതൊരു 250 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ഇഞ്ചി, ഒരു നല്ല കഷ്ണം ഇഞ്ചി. ഇതിൽ പിന്നെ ഇത്തിരി ഫ്ലേവർ അതിൻ്റെ ഹൈലൈറ്റ് ചെയ്യണം. അതുകൊണ്ടൊരു നല്ല കഷ്ണം ഇതേപോലെ ചോപ്പ് ചെയ്ത് ചെറുതായിട്ട് എടുക്കണം. അതുപോലെ വെളുത്തുള്ളി, ഒരു 7-8 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. കൊച്ചുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി അതുപോലെ ഒരു 8-10 വേണം. അതും ഇതുപോലെ ചെറുതായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം. ടൊമാറ്റോ നല്ല പഴുത്തത്, വലുതാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 1 പകുതിയും കൂടെ വേണം. പിന്നീട് 2 പച്ചമുളക് ഇതുപോലെ അറ്റം സ്പ്ലിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് മറന്നു പോകാതെ ഇടേണ്ട മറ്റൊരു സാധനമാണ് മല്ലിപ്പൊടി. 2 സ്പൂൺ മല്ലിപ്പൊടി ഇതിലിടണം. പിന്നീട് ജീരകം, 1 സ്പൂൺ ജീരകം ഇതിലിടാനുള്ളതാണ്. പിന്നീട് 1 സ്പൂൺ കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് ഗരം മസാല പൗഡർ, ഒരല്പം മഞ്ഞൾപ്പൊടി നമുക്കിടണം, അല്പം ഉപ്പ് വേണം. പിന്നീട് അവസാനം ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ടിപ്പുണ്ട്, അതിന് വേണ്ടി അല്പം നെയ്യ് വേണം. പിന്നീട് പിന്നെ മല്ലിയില കുറച്ച് അവസാനം വേണം, കുറച്ച് കറിവേപ്പിലയും വേണം. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ സൂപ്പിനുള്ള സാധനങ്ങൾ കഴുകി അതിലേക്ക് ഇട്ടിരിക്കുകയാണ്. പിന്നീട് ഓരോന്നായിട്ട് അതിൽ ചേർക്കാം. ആദ്യം ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ടുണ്ട്, ചുമന്നുള്ളി ഒരു 8-10 വേണം, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടു. 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് അതിട്ടു. ടൊമാറ്റോ വലുതാണെങ്കിൽ 1, ചെറുതാണെങ്കിൽ 1 പകുതിയും കൂടെ വേണം. പിന്നീട് ഇത് ജീരകമാണ്, അതും വേണം, ഒരു ചെറിയ സ്പൂൺ. പിന്നീട് കുരുമുളക് ചതച്ചത്, അത് 1 സ്പൂൺ.
ഇപ്പോൾ ഇടുക. പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുരുമുളക് കുടിക്കാൻ സമയത്ത് നമുക്ക് എടുക്കാം. ഇത് ഗരം മസാല പൗഡർ, എല്ലാ മസാലകളെല്ലാം കൂടെ ചതച്ചതാണ്, അത് 1 സ്പൂൺ ഇടണം. ഇത് മല്ലിപ്പൊടിയാണ്, ഇത് ഇടാൻ മറന്നു പോകരുത്. 2 സ്പൂൺ മല്ലിപ്പൊടി ഇതിലിടണം. പിന്നീട് അല്പം മഞ്ഞൾപ്പൊടി ഇടണം, നിറത്തിന് വേണ്ടി മാത്രം കുറച്ച് മതി. പിന്നീട് അല്പം ഉപ്പ് കല്ലുപ്പാണ്, കുറച്ച് മതി, സ്വല്പം, ഇത്രയും മതിയാകും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അത് ഏകദേശം നികക്കെ വരത്തക്കവണ്ണം ഏകദേശം ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് പണ്ട് മൺകലത്തിൽ ഒരു ദിവസം മുഴുവൻ വിറക് വെച്ചുള്ള അടുപ്പിലിട്ട് വിറക് കൊണ്ട് തീ കൊടുത്ത് വറ്റിച്ചെടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമുക്കതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് നമുക്കിത് കുക്കറിൽ ഏകദേശം ഒരു 10-12 വിസിൽ വരെ വരണം. അതായത് ആ എല്ലിൽ നിന്ന് ആ മാംസം വിട്ട് വരുന്നത് വരെ, അതാണ് അതിൻ്റെ കണക്ക്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ആ മാംസം കൂടെ കഴിക്കാനുള്ളതാണ്, ഇത് കളയാനുള്ളതല്ല. അപ്പോൾ അത് വിട്ട് വരുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതൊരു 10-12 വിസിൽ വരെ ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും കുക്കറിലിട്ടു, ഏകദേശം ഒരു 15 മിനിറ്റായി. ഒരു 10-12 വിസിൽ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഫ്ലെയിമൊക്കെ ഇതൊക്കെ പോയിട്ടുണ്ട്. കുക്കർ തണുത്ത് വിസിലൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിനകത്തൊരു അവസാനമായിട്ട് ഇതിൻ്റെ ഫ്ലേവർ കൂട്ടുന്നതിനൊരു ചെറിയ കാര്യം കൂടി ചെയ്യണം. പിന്നെ ഇത് കഴിക്കുമ്പോൾ ഓർമ്മിക്കേണ്ടത് ചൂടോട് കൂടി തന്നെ കഴിക്കണം. പിന്നെ ഇതിനകത്തെ സാധനങ്ങളൊന്നും അരിച്ചെടുക്കാറില്ല, അരിച്ചെടുക്കുന്ന സൂപ്പല്ല ഇത്. ഇതിനകത്തുള്ള ഫ്ലഷും പിന്നെ ലിവറിൻ്റെ കഷ്ണങ്ങളും ഇതെല്ലാം കഴിക്കാനുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഈ സൂപ്പ് കുറേശ്ശെ ഊതി കുടിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒരു അവസാനം ഒരു ടിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതും കൂടി കാണിച്ചു തരാം. ഇതിങ്ങനെ എടുക്കുമ്പോഴേ ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ആ എല്ലിൽ നിന്ന് മാംസമൊക്കെ വിട്ടിങ്ങനെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതെല്ലാം ഈ എല്ലിൽ ഇങ്ങനെ പിടിച്ച് കഴിക്കണം. ഇതിനകത്തുള്ള മജ്ജ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിനകത്തൂടെ നോക്കുമ്പോൾ കാണാം മജ്ജയുണ്ട്, അതൊക്കെ ഇങ്ങനെ വലിച്ച് കഴിക്കണം. പിന്നെ ഇതിൻ്റെ കഷ്ണങ്ങളും കഴിക്കണം. ഇത് എല്ലാം സത്ത് എല്ലാം ടൊമാറ്റോയും ബാക്കിയുള്ള സാധനങ്ങൾ ഉള്ളിയും എല്ലാം ഇതിൽ വെന്ത് വളരെ ഇതായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചേർക്കുന്ന ഒരു ടിപ്പ് ഉണ്ട്, ഒരു മണം രുചി ഇത് കൂടുന്നതിനായിട്ടുള്ളതാണ്. ഇരുമ്പേട്ടി അടുപ്പിൽ വെച്ചു, കുറച്ച് നെയ്യ് ഒരു സ്പൂൺ മതി ഒഴിച്ചു. ഇതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എടുക്കാം, ഇത് രണ്ടായാലും മതി. ബട്ടറാണെങ്കിൽ കുറച്ചുകൂടി ഒരു മണമൊക്കെ വരും. അപ്പോൾ അതിൽ നെയ്യ് ചൂടാകുമ്പോൾ ഒരു 1-2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതേപോലെ ഇട്ട് ഒന്ന് ചൂടാക്കി ഗോൾഡൻ കളറാകുമ്പോൾ ആ സൂപ്പിലേക്ക് ഒഴിക്കണം. അപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടും, നല്ലൊരു മണം വരും. എന്നിട്ട് കുട്ടികൾക്കൊക്കെ ഓരോ ബൗളിലേക്ക് കുറച്ച് ഇറച്ചി കഷ്ണങ്ങൾ, എല്ലും സൂപ്പും എല്ലാം കൂടെ കൊടുക്കുക. ഒരു സ്പൂണും കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് കഴിപ്പിക്കാൻ നോക്കുക. ഇതോടൊപ്പം തന്നെ നമ്മളിതിൽ ചൂടോടെ തന്നെ അല്പം കറിവേപ്പില ഇങ്ങനെ ഞെരടിയിടുന്നുണ്ട്. ഈ നെയ്ക്കകത്ത് കിടന്ന് ഈ ഉള്ളി മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്. ആ മണമുള്ള ആ സൂപ്പ് കുടിക്കുന്നതിനാണ് കുറച്ചുകൂടെ രുചിയും ഫ്ലേവറും എല്ലാം ഉള്ളത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിത് മൂപ്പിച്ച് അതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്, അതിനൊരു ഗോൾഡൻ കളറാണ്.
വളരെ രുചികരമായ സൂപ്പാണിത്. മസാലകളോ മറ്റ് ഫ്ലേവർ ആഡ് ചെയ്യുന്നതിനുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല, വളരെ നാച്ചുറലായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഒരു ഡിഷിലേക്ക് അല്പം എടുക്കുമ്പോൾ അതിൽ മാംസത്തിൻ്റെ കഷ്ണങ്ങളും എല്ലും എല്ലാം ഉണ്ടാകണം. ഇതേപോലെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള മട്ടൺ സൂപ്പ് റെഡിയാണ്. നിങ്ങൾ കഴിക്കുമ്പോൾ ചൂടോടെ, അതായത് ഇപ്പോൾ നല്ല ചൂടുണ്ട്, ആ നെയ്യുടെയൊക്കെ ഒരു മണവും ഉള്ളിയും കൂടെ ഒക്കെ ആയപ്പോൾ നല്ല മണവും രുചിയുമുണ്ട്. ഇതുപോലെ കഴിക്കുക. ഇതിൻ്റെ സൂപ്പ് കുടിച്ചിട്ട് അതിൻ്റെ മജ്ജയെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ കഴിച്ചിട്ട് ബാക്കിയുള്ളത് മാത്രം കളയും. അപ്പോൾ ടൊമാറ്റോയും എല്ലാം ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഉള്ളി, ഇഞ്ചി ഒന്നും കാണാനില്ല, എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ്, ഡെലീഷ്യസ് ആണ്.